വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതിയായ അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. മുത്തശ്ശി സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പാങ്ങോട് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അഫാനെ പ്രവേശിപ്പിച്ചിരുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയാണ് അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ സംഭവസ്ഥലത്ത് നിന്നും ചേരുന്നുണ്ട്. വിഷ്ണു, അഫാന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മൾ നിർത്തിയത്. ഇപ്പോൾ അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വിശദമായ മൊഴി എടുത്തതിന് ശേഷമാണ് അറസ്റ്റ്. എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? അതിൽ തീർച്ചയായിട്ടും അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പാങ്ങോട് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. പാങ്ങോട് PA നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അഫാനോട് മൊഴിയെടുത്തതിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് അഫാൻ നേരത്തെ തന്നെ കൊലപാതകം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ചികിത്സയിൽ തുടരുന്ന അഫാനെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന കാര്യവുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം തീരുമാനമെടുത്തിരുന്നത്. എന്നാൽ മെഡിക്കൽ കോളേജ് ഒരു ഡോക്ടർമാരുടെ ഒരു ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. ആ ബോർഡിൽ നിന്ന് മാത്രം ഒരു തീരുമാനം വന്നതിന് ശേഷം മാത്രമായിരിക്കും അഫാന്റെ ഡിസ്ചാർജ് തീരുമാനമുണ്ടാവുക. ഡിസ്ചാർജിന് ശേഷം മാത്രമായിരിക്കും ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എന്നാലും നിലവിൽ സൽമ ബീവിയുടെ കൊലപാതകത്തിലാണ് ഇപ്പോൾ അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോലീസ് ഇനി തുടർ നടപടികളുമായി നീങ്ങണമെങ്കിൽ ഇവിടെ നിന്നും ഡിസ്ചാർജ് നൽകേണ്ടതാണ്. ഏതായാലും നിലവിൽ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് പോലീസ്. മറ്റ് കേസുകൾ കൂടി അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ ഇനി മെഡിക്കൽ ബോർഡിന്റെ തീരുമാനത്തിന് ശേഷം മാത്രമായിരിക്കും തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുക. അതില്ല. ഇപ്പോൾ നിലവിൽ ഈ സൽമ ബീവിയുടെ കൊലപാതകത്തിൽ മാത്രമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റ് 4 പേർ കൂടി, അഫാന്റെ അനുജൻ, സുഹൃത്ത്, അതുപോലെ തന്നെ ലത്തീഫ്, സാജിദ ബീവി എന്നിങ്ങനെ 4 പേരുടെ കൊലപാതക കുറ്റം കൂടി ഈ ഒരു കേസിലുണ്ട്. ആ കേസുകളുടെ വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? കേസുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരിക്കലും അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പെൺസുഹൃത്തിന്റെയും അതോടൊപ്പം തന്നെ അനുജന്റെയും കൊലപാതകത്തിലും അതോടൊപ്പം അച്ഛന്റെ ജ്യേഷ്ഠന്റെയും ഭാര്യയുടെ കൊലപാതകത്തിനും എല്ലാം അന്വേഷണം പുരോഗമിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സൽമ ബീവിയുടെ കൊലപാതകത്തിൽ മാത്രമാണ്. ഏതായാലും മറ്റു കേസുകൾ കൂടി ഇനി അറസ്റ്റ് ഉണ്ടായേക്കും. ഏതായാലും നിലവിൽ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്താൽ മാത്രമാണ് തുടർ നടപടിയുമായി പോലീസിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തതിനു ശേഷമായിരിക്കും ഏതായാലും പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യുകയുള്ളൂ. കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമാണ് ഇനി എന്താണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള അറിയാതിരിക്കുന്ന കാര്യങ്ങൾ കൂടി ഇന്ന് പോലീസിന് വ്യക്തമാവുകയുള്ളൂ. ഏതായാലും പ്രതിയെ അഫാനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് കടക്കാൻ ഇനി ഡിസ്ചാർജ് അനിവാര്യമാണ്. ശരി വിഷ്ണു, വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മുത്തശ്ശി സൽമ ബീവിയുടെ കൊലപാതകത്തിലാണ് ഇപ്പോൾ അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അഫാനെ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയാണ് പാങ്ങോട് പോലീസ് സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണു കരുണാകരൻ. KPCCയിലെ നേതൃമാറ്റം സംബന്ധിച്ച് ഒരു ചർച്ചയും നടക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 2026 തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ നേതാക്കളെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസിൽ യാതൊരു തർക്കവുമില്ലെന്നും VD സതീശൻ പറഞ്ഞു. ഇന്നലെ രാവിലെ വാർത്തയാണ് കംപ്ലീറ്റ്. അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അല്ല, അത് എനിക്കറിയില്ല. നിങ്ങൾ വാർത്ത കൊടുക്കുന്നത് നിങ്ങളാണ് പറയേണ്ടത് എവിടെ നിന്ന് കിട്ടിയെന്ന്. അത് ഈ കേരളത്തിന്റെ മാത്രമല്ല, കേരളത്തിന്റെ ഇലക്ഷൻ നടക്കാൻ പോണ ബീഹാറിലെ, ബംഗാളിലെ, ആസാമിലെ എല്ലാം ഓരോ ദിവസമായിട്ട് നടക്കും. ഓരോ സമയമായിട്ട് നടക്കും. പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ട് അത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ഒരു റോഡ് മാപ്പ് നിശ്ചയിക്കുന്ന. 1 വർഷം മുമ്പ് അങ്ങനെ ACC ചെയ്യും. എല്ലാ സംസ്ഥാനങ്ങളെയും വിളിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കത് അറിയാം. എന്നിട്ട് ഇത്